മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരുവല്ല നഗരസഭയിലെ ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചു. UDF വിട്ട് LDFിൽ ചേർന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അംഗം സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് ചെയർമാൻ, വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തിരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. തിരുവല്ല നഗരസഭയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ടത് കാലുമാറ്റവും കൂറുമാറ്റവും ഒരു തിരുവല്ല നഗരസഭയിൽ. അധികാരത്തിന് വേണ്ടി എപ്പോഴും കേരള കോൺഗ്രസ് അംഗങ്ങൾ LDFിലേക്കും UDFിലേക്കും കാലുമാറുന്ന പതിവുള്ള ഒരു നഗരസഭ കൂടിയാണ് തിരുവല്ല നഗരസഭ. കഴിഞ്ഞ പ്രാവശ്യം, അതായത് 39 അംഗങ്ങളുള്ള തിരുവല്ല നഗരസഭയിൽ UDFന് 17, LDFന് 15, BJPക്ക് 6, ഒരു സ്വതന്ത്രനും ഒരു SDP അംഗമാണ് ഉള്ളത്. നേരത്തെ UDFിനൊപ്പം ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ശാന്തമ്മ വർഗീസ് UDF വിട്ട് LDFിലെത്തുകയും അവരെ LDF ചെയർപേഴ്സൺ ആക്കുകയും ചെയ്തിരുന്നു. എന്നാൽ LDFുമായി വീണ്ടും പടലപ്പടക്കങ്ങൾ വന്നതോടെ അവർ വീണ്ടും LDF ഉപേക്ഷിച്ച് UDFിൽ തിരിച്ചെത്തിയതോടുകൂടിയാണ് ഇവിടെ വീണ്ടും ചെയർമാൻ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ശാന്തമ്മ വർഗീസ് എന്ന മുൻ ചെയർമാൻ ഇപ്പോൾ UDFിനോടൊപ്പം ചേർന്ന് വോട്ട് ചെയ്യുകയാണെങ്കിൽ UDFിന്റെ അംഗബലം വീണ്ടും 17ആയി ഉയരുകയും UDFിന് ചെയർമാൻ സ്ഥാനം ലഭിക്കുകയും ചെയ്യും. എന്നാൽ BJPയും അതുപോലെ തന്നെ SDPയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയും നിർണായകങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ആൾ UDFിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിലും പിന്നീട് അയാൾ പിന്മാറുകയാണ്. ഇത്തവണ UDFിന് അയാൾ പിന്തുണ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം BJPയും SDPയും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കനത്ത പോലീസ് സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാരണം എല്ലായ്പ്പോഴും CPMന്റെ ഒരു പ്രസ്റ്റീജ് നഗരസഭയായിട്ടാണ് ഇത് കരുതുന്നത്. കാരണം LDFിന് ഇവിടെ ഭരണം കിട്ടില്ല എങ്കിൽ പോലും കേരള കോൺഗ്രസ് അംഗങ്ങളെ ഒപ്പം ചേർത്ത് നിർത്തി അല്ലെങ്കിൽ അവരെ കാലുമാറ്റി ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഭരണം പിടിക്കുന്ന പതിവാണ് എല്ലാ പ്രാവശ്യവും അവിടെ LDF കളിക്കുന്നത്. ഇത്തവണ അത്തരത്തിലൊരു നീക്കം ആദ്യം നടത്തിയിരുന്നെങ്കിലും പിന്നീട് അത് പൊളിയുകയായിരുന്നു. വീണ്ടും ഇത് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. കമലേഷ്. വ്യക്തമാണ് ബിനോയ്. തിരുവല്ല നഗരസഭയിലെ ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ബിനോയ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.